ഇവിടെ നിലവിളക്ക് തെളിയിച്ച് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നതിന്. നമുക്ക് വിതൗട്ട് നോ ഡിലേ ലൈറ്റിംഗ് സെറമണിയിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ലേഡീസ് ഫസ്റ്റ് അല്ലേ, അവർ രണ്ടുപേരും ചേർന്ന് നിലവിളക്ക് തെളിയിക്കട്ടെ എന്ന് തന്നെ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ദീപം തെളിയിക്കുകയാണ്. ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു പുതിയ സിനിമ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനും സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ വിജയമായി തീരുവാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അത് നമുക്കിനി നമ്മളുടെ നായകൻ ചേട്ടൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്യാണ്. ദാറ്റ്സ് ദ ഡയറക്ടർ. രണ്ടുപേരും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നു. ഗോപി സുന്ദർ ചേട്ടനാണ് നടക്കുന്നത്. എല്ലാവരുടെയും അന്നും ഇന്നും എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം വിനയൻ സർ. സർ നമസ്കാരം. അപ്പം നമുക്ക് ആദ്യം ലോഞ്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം അല്ലേ സർ, പ്ലീസ്. സോ പ്രൊഡക്ഷൻ നമ്പർ 3യുടെ ടൈറ്റിൽ അനൗൺസ്മെന്റിലേക്ക് കടക്കുകയാണ്. സോ ഹിയർ വി ഗോ. അപ്പം ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഡോസിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു എല്ലാവരും. അതെ, എല്ലാവരും ഇതിലെ കാസ്റ്റിംഗ് വരെ വളരെ ഷോർട്ട് നോട്ടീസ് അങ്ങനത്തെ പരിപാടിയായിരുന്നു. വേറെ നല്ല നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻഡോയ്ക്ക് 21 തിരിച്ച് മസ്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടൈറ്റിൽ ലോഞ്ചും പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരും അറിയിച്ചിട്ടും എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് താങ്ക് യു. എന്നെ ഈ സിനിമയിൽ 5 ദിവസം മുമ്പല്ല കേട്ടോ കാസ്റ്റ് ചെയ്തത്. എനിക്കിവിടെ 2018 അല്ലേ? 2018 എൻ്റെ അടുത്ത് അഭിലാഷ് വന്നൊരു സ്റ്റോറി പറയുന്നത്. ഈ സിനിമയുടെ സ്റ്റോറിയല്ല, വേറൊരു സിനിമയായിരുന്നു. ഇച്ചിരി കൂടി ബഡ്ജറ്റ് വൈസ് ഇച്ചിരി കൂടിയ സിനിമയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമായിരിക്കും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ 2018 ഒരു നല്ല ഉഗ്രൻ സ്ക്രീൻ പ്ലേ ആയിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് അഭിലാഷ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു സിനിമ ഇറങ്ങിയും ഏകദേശം ആ സിനിമയോട് സാമ്യമൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ മാറിയതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോവിഡിൻ്റെ ടൈമിലാണ് എൻ്റെ അടുത്ത് ഡോസിൻ്റെ കഥ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു.